കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. അതിനെ നമുക്ക് ആ വേദഭാഗം വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെയധികം അറിയാവുന്നതായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ തുടർന്നുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1-ാമത്തെ വാക്യമാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉപമയിൽ വളരെയധികം പഠനവിധേയമായ ഒരു ഉപമയാണ് ഈ മുന്തിരിവള്ളിയുടെ ഉപമ. എന്താണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ദൈവികത്വത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആ ദൈവത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധം എന്താണെന്ന് വ്യക്തമായി പറയുന്നു. അതുപോലെ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മളേവരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. കേവലം ദൈവത്തെ ഒരു ശക്തിയായിട്ട് കാണാതെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോടുള്ള നമ്മുടെ ആ കൂട്ടായ്മ, നമ്മുടെ ബന്ധം, അതിനൊക്കെ നമ്മൾ വളരെ പ്രാധാന്യം നൽകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പലർക്കും ദൈവം എന്നുള്ളതായ കാര്യം കേവലം ഒരു മനസാക്ഷിയുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് കാണുന്നത്. പലർക്കും ആത്മീകം എന്ന് പറയുന്നത് കേവലം ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം, നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ശക്തമായി വെളിപ്പെടുത്തുന്നതായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം. യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. തീർച്ചയായിട്ടും യഹൂദ പശ്ചാത്തലത്തിൽ അവർക്കെല്ലാവർക്കും അറിയാവുന്നതായ ഒരു സസ്യത്തെ ഉപമിച്ചുകൊണ്ടാണ് യേശു ഈ ആത്മീയ സത്യം പഠിപ്പിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ യഹൂദൻ്റെ സമൃദ്ധിയുടെ ഒരു അടയാളമാണ് മുന്തിരിവള്ളി. യേശു അവരോട് പറയുന്നു, ഈ മുന്തിരിവള്ളിയിൽ നിന്നും ചില ആത്മീയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നിട്ട് യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അതുപോലെ തന്നെ പറയുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളും യഹൂദന്മാർക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല, പലസ്തീനിലുണ്ടായിരുന്ന സകല ആളുകൾക്കും വളരെ പരിചയമുള്ള ഒരു കാര്യമാണ്. അവർ സാധാരണയായി കാണുന്ന ഒന്നാണ് മുന്തിരി കൃഷിയും അതേപോലെ തന്നെ മുന്തിരി തോട്ടത്തിൻ്റെ തോട്ടക്കാരനെയും. തോട്ടക്കാരൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു കാര്യത്തെ കർത്താവ് ആത്മീയമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നോക്കിക്കേ, പിതാവായ ദൈവം ആരാണ്? പുത്രനായ ദൈവം ആരാണ്? ചില ആളുകൾ ഈ ഒരു വിഷയത്തിൽ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പിതാവായ ദൈവമാണ് യഥാർത്ഥ ദൈവം, യേശു കേവലം ഒരു പുത്രൻ മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനല്ല. ദൈവത്തിൻ്റെ വിവിധ സമയങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെ ആളത്വങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെയാണ് നമുക്ക് കൂടുതൽ ദൃശ്യമായി കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൈവിക തൃത്വത്തിലെ 2-ാമത്തെ ആളത്വമായ യേശുവിൻ്റെ പ്രവൃത്തികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി സംസാരിക്കുന്നത് ഈ ദൈവിക ആളത്വത്തിലെ ഓരോ ആളത്വത്തിൻ്റെയും പ്രവൃത്തികളാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ യേശു പറയുന്നു, ആരാണ് പിതാവായ ദൈവം? പിതാവായ ദൈവം തോട്ടക്കാരനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ എല്ലാം തന്നെ പരമാധികാരിയായി നിൽക്കുന്ന സമ്പൂർണനായ ദൈവത്തെ കർത്താവ് യേശുക്രിസ്തു അവിടെ വെളിപ്പെടുത്തുക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളതും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ദൗത്യം ഒരു മുന്തിരിവള്ളി എന്ന പോലെയാണ് യേശുവിൻ്റെ ദൗത്യം. അത് എന്തിനു വേണ്ടിയാണ്? ഒരു മുന്തിരിവള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ തായ്തടിയാണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ബ്രാഞ്ച് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ. അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതായ കൊമ്പുകൾ അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തതയോടുകൂടെ പറയാം. അപ്പോൾ അതിനർത്ഥം ദൈവിക കുടുംബത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എന്താണെന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു.
നമുക്ക് ഏവർക്കും വളരെ ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഉപമ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ദൈവത്വത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് യേശു ഇവിടെ വിശുദ്ധമാക്കുന്നു. പിതാവ് തോട്ടക്കാരനാണെങ്കിൽ യേശു മുന്തിരിവള്ളിയാണ്. യേശു മുന്തിരിവള്ളിയാണെങ്കിൽ നാം ഓരോരുത്തരും അതിൻ്റെ ബ്രാഞ്ചസ് ആണ്. നോക്കിക്ക്, എത്രയും നല്ലതായ ഒരു വിശദീകരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മളാരും അന്യരല്ല, നമ്മളാരും പരദേശികളല്ല. നമ്മളെല്ലാം ആ സ്നേഹവാനായ സൃഷ്ടാവായ ആ ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. പക്ഷേ നമുക്ക് എങ്ങനെ ഇവിടെ കൊമ്പുകളാകാൻ കഴിയും? യേശുക്രിസ്തുവിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ കൊമ്പുകളെന്ന് പറയുന്നത്. ഒരുവൻ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ഈ മുന്തിരിവള്ളിയുടെ ഭാഗമായി മാറുകയാണ്. എന്ന് മാത്രമല്ല, ഈ തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ മുന്തിരിവള്ളിയുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. അപ്പോൾ എത്രത്തോളം ഒരു ആത്മീയമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും കടന്നു വരുവാൻ കഴിയും. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയുള്ളൂ: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിനെ നാവുകൊണ്ട് ഏറ്റുപറയുക, സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കും ഈ ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ കഴിയും. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഒരുവൻ ഈ മുന്തിരിവള്ളിയുടെ ഭാഗമായി തീരുന്നില്ല. ഒരുവൻ്റെ പേര് ക്രൈസ്തവം എന്നാൽ അവൻ ഈ ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുകയില്ല. ഏതൊരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നെങ്കിൽ മാത്രമേ ഈ ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുവാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ അടുത്ത പ്രഭാത ധ്യാനങ്ങളിൽ ചിന്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം. പക്ഷേ ഇതൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജോട് അവസാനിപ്പിക്കുക. യേശുവായ സാക്ഷാൽ മുന്തിരിവള്ളി തോട്ടക്കാരനായ ദൈവപിതാവിനോട് ചേർന്ന് ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്, ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങളോടോ ഞങ്ങൾക്ക് ദൈവവചനത്തോടോ കൂട്ടായ്മയില്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ പ്രഖ്യാപനം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. കാരണം യേശു സാക്ഷാൽ മുന്തിരിവള്ളിയായ പിതാവ് തോട്ടക്കാരനായ ആ ഒരു ആത്മീക അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ ചിന്തകളുടെ തുടർമാനമുള്ള ചിന്തകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ആയതിനായി എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all.